ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ അടുത്തുള്ള ഒരു സ്ട്രോബെറി പാടം. ഈ സ്ട്രോബെറി പാടത്തിൽ നിറയെ സ്ട്രോബെറി ഉണ്ടെന്ന് നമ്മുടെ വീടിന് തൊട്ടടുത്താണ്. ഒരു 2 മിനിറ്റേ ഉള്ളൂ നടക്കാൻ. ഇവിടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷവും ഒക്കെ ഇവിടെ ഇങ്ങനെ ബണ്ട് കെട്ടി ഇവരിങ്ങനെ സ്ട്രോബെറിയുടെ പാടം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു, അപ്പം നീതു എന്നോട് പറഞ്ഞു, എടി വാടി സ്ട്രോബെറി നമുക്ക് പറിക്കാൻ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വന്നതാണ്. അപ്പം 2-3 ദിവസം കൊണ്ട് വിചാരിക്കുക, പക്ഷേ കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു. പിന്നെ അങ്ങനെ നമുക്കിപ്പോൾ ഒന്ന് ഇച്ചിരി വെയിലൊക്കെ തെളിഞ്ഞ് സെറ്റായി നിൽപ്പുണ്ട്. ഈ സമയം നമുക്ക് പറിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. സ്റ്റീവൂട്ടൻ ഇവിടെ സ്ട്രോബെറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഒക്കെ ഇരിപ്പുണ്ട്. ആൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇതെല്ലാം കണ്ടപ്പം. പിന്നെ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പറിച്ച് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഈ ആദ്യം കയറുന്ന ഭാഗത്തേക്കൊക്കെ ചെറിയതായിട്ടൊക്കെ ഉള്ളൂ. ഇവിടെ ഒന്നും വലിയ കാര്യമായിട്ട് ഇല്ല. അപ്പം നമ്മുടെ സ്റ്റീവൂട്ടൻ ഇതെല്ലാം കണ്ട് ഇവിടെ ഇരിക്കുകയാണ് വണ്ടിയിൽ. അപ്പം ഞാൻ പയ്യെ ഇനിയൊന്ന് അവനെ ഒരു ജാക്കറ്റ് ഇട്ടേ, കാറ്റുണ്ട്, എന്നിട്ട് ഇറക്കണം. അപ്പോൾ അവനും വന്ന് സൈഡിൽ കൂടെ നിൽക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നു. അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് അങ്ങ് നീതുവും നമ്മുടെ അമ്മുക്കുട്ടിയും പോയി. നമുക്കിവിടെ നിന്ന് തന്നെ നോക്കാം. ഇവിടെയൊക്കെ നോക്കിയപ്പോൾ ചെറുത് ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കണം. അപ്പോൾ ചിലത് ഇങ്ങനെ വെയിൽ കറക്റ്റ് കിട്ടുന്നത് ഇങ്ങനെ നിൽക്കുന്നത് നല്ല ചുമന്ന് നിൽക്കും. ഇനി ബാക്കിലേക്ക് എന്നാ പറയുന്നത്, കുറച്ചും കൂടെ അത് ഉണ്ടാവാനുണ്ടാവും. അപ്പോൾ സ്റ്റീവൂട്ടന് ഞാനിങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ കൊടുത്തപ്പോൾ സ്റ്റീവിനത് വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിലെ കൂടെ ഇങ്ങനെ നടക്കുവാണ് ആൾ. അതിനിടയ്ക്ക് 2-3 വീഴ്ചയൊക്കെ കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ ഈ ചതുപ്പായതുകൊണ്ട് പിന്നെ വീണാലും വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊക്കെ സ്റ്റീവൂട്ടനും അത് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ സ്ട്രോബെറിയൊക്കെ ഇടയ്ക്ക് ഞാൻ പറിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് തുടച്ചിട്ട് ഊരിയൊക്കെ കൊടുത്ത് കഴിക്കാനൊക്കെ കൊടുത്തു. അപ്പോൾ അവനും അത് ഇഷ്ടമായി. അവനപ്പം പറിക്കുന്നതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അവൻ കഴിക്കാനും ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്റ്റീവൂട്ടന് കാറ്റ് കാരണം ഒരു രക്ഷയില്ല. ഞങ്ങൾ പിന്നെ ജാക്കറ്റൊക്കെ വീണ്ടും തിരിച്ച് ഇട്ടു. അവനും പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ഏകദേശം ഒരു 1 കിലോ 900 ഗ്രാം പറിച്ചു. അപ്പം നീതു പറഞ്ഞു, എടി ചെറിയ ഡബ്ബയല്ലേ, ഇതിനകത്ത് 1 കിലോ ഇല്ല. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ എന്തായാലും 1 കിലോ 900 ഗ്രാം മേടിച്ചു. 11 യൂറോ കൊടുത്തു. അപ്പം അതിന് തൊട്ടടുത്ത് തന്നെ അവർ ഇരിപ്പുണ്ട്, നമ്മുടെ കൗണ്ട് ചെയ്ത് നമുക്ക് വെയിറ്റൊക്കെ നോക്കി സാധനം തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും സ്ട്രോബെറി പാടം കിടക്കുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പാടം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളത് എന്തായാലും കാര്യമായി. ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ ആ മണ്ണിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തൊക്കെ നല്ല അടിപൊളി നല്ല സ്ട്രോബെറീസ് ഉണ്ട്. പക്ഷെ നോക്കി വേണം പറിക്കാൻ. അപ്പം അങ്ങനെ നോക്കിയെല്ലാം ഞങ്ങൾ പറിച്ചു. ഒരുപാട് നല്ല പഴുത്ത സ്ട്രോബെറി അതിനകത്ത് കിടപ്പുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ ഞങ്ങൾ 2-3-4 ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. അപ്പം അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ വന്ന് ഇതൊക്കെ പറിക്കട്ടെ. ഞങ്ങൾ പിന്നെ നല്ല കാലാവസ്ഥ നോക്കിയപ്പോൾ നീതു ദിവസങ്ങൾ കൊണ്ട് പറയുക, ഈ 3 കിടക്കുന്നതിനകത്തെ ഏറ്റവും അങ്ങേയറ്റത്തെ പഴുത്തതെന്ന് നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞു പോണക്കാണ്. ഇത് നോക്കി പറിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പുളിയായിരിക്കും. അത് 3 നല്ല പഴുത്തയാണ്. അപ്പം അവന്മാരെ ഞാനിങ്ങനെ പറിച്ചു. ഓൾമോസ്റ്റ് പിന്നെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങ് പോന്നു. ഞങ്ങൾ 3 ഇതുപോലത്തെ ചെറിയ ഈ ഒരു ബോക്സിൽ 1 കിലോ 900 ഗ്രാം പറിച്ചെടുത്തു. അപ്പം വീട്ടിൽ കൊണ്ടുവന്നു. സ്റ്റീവൂട്ടനും ഇങ്ങനെ അതിനകത്തുനിന്ന് കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുറേയൊക്കെ കഴിച്ച് മടുത്താശാൻ. ഇനിയിപ്പം വേറെ ഒന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ.